به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله العظيم. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ മഹത്തായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ കൂടൽ ഖാലിഖായ തമ്പുരാൻ പരിപൂർണമായും നമ്മിൽ നിന്നും ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സ്ഖലിതങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ സർവശക്തനായ തമ്പുരാൻ പരിപൂർണമായും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം ആഫിയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഇബാദത്തുകൾ ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരങ്ങളെ നൽകിയിട്ടുള്ളത് രാവിന്റെയും പകലിന്റെയും അടിസ്ഥാനത്തിലാണ്. ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈം, ഒന്നുകിൽ രാവ് അതല്ലെങ്കിൽ പകൽ. ഈ രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കാകമാനം നേരങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നുകിൽ പകൽ സമയമായിരിക്കും, അതല്ലെങ്കിൽ രാത്രി സമയമായിരിക്കും. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ പരിശുദ്ധമായ ഖുർആനിൽ സമയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ പരാമർശിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ രാവ് അതല്ലെങ്കിൽ പകൽ എന്ന ഈ സമയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും പരിശുദ്ധമായ ദീനിൽ ഏറെ മഹത്വമുള്ളതുമായ സമയം പകൽ സമയമാണ്, അഥവാ പ്രഭാത സമയമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനി പ്രബോധനവുമായി സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സമയത്ത് പല രീതിയിലുള്ള ആക്രമണങ്ങളും എതിർപ്പുകളും ഹബീബായ തങ്ങൾ നേരിട്ടുവല്ലോ. അതിലേറെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ടതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതുമായ ഒരു ഭാഗം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്യാൻ, മാരണം ചെയ്യാൻ ഒരു ജൂതൻ തുനിഞ്ഞു എന്നതാണ്. ജൂതൻ തന്റെ പെൺമക്കളെ ഉപയോഗിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ മാരണം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിവിധിയായി, അതിൽ നിന്ന് സംരക്ഷണത്തിനായി ഹബീബായ തങ്ങളോട്
അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി പറയാൻ പറഞ്ഞ അല്ലാഹു അവതീർണമാക്കിയ 2 സൂറത്തുകൾ സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന പേരിൽ അറിയപ്പെടും. കാവൽ നൽകുന്ന സൂറത്തുകൾ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 2 സൂറത്തുകളാണ്. അതിലാദ്യത്തേത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥൻ തന്നെയാണ് സത്യം. നബിയെ അങ്ങനെ ദുആ ചെയ്യണം. അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനായ തമ്പുരാനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നിങ്ങൾ ദുആ ചെയ്യണം നബിയെ. മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിപരമായ എല്ലാ ശർറുകളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് പ്രഭാതത്തിന്റെ നാഥനായ തമ്പുരാനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുൾ മുറ്റിയ രാത്രിയിലെ പ്രയാസങ്ങളും ശർറുകളും പ്രതിസന്ധികൾ, ഇവകളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ, പ്രതിസന്ധികളിൽ പെട്ടുപോവുകയാണെങ്കിൽ, അത്തരം പ്രതിസന്ധികളിൽ പെടാതിരിക്കാൻ പ്രഭാതത്തിന്റെ നാഥനായ അല്ലാഹുവിനോട് അങ്ങ് കാവൽ തേടണം നബിയെ. നൂലുകളിൽ കെട്ടുകളാക്കി മാരണം ചെയ്യുന്ന സ്ത്രീകളെ തൊട്ടും അവരുടെ ശർറുകളെ തൊട്ടും പ്രഭാതത്തിന്റെ നാഥനായ തമ്പുരാനോടങ്ങ് കാവൽ തേടണം നബിയെ. അസൂയ വെച്ച് നടക്കുന്ന അസൂയാലുക്കൾ, അവർ കാരണമുണ്ടാകുന്ന ശർറുകളിൽ നിന്ന്, അവർ കാരണമുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങൾ കാവൽ ചോദിക്കണം. ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനായ തമ്പുരാനോട് നിങ്ങൾ കാവൽ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ശർറുകളിൽ നിന്ന് ഹബീബായ തങ്ങളോട് കാവൽ ചോദിക്കാൻ വേണ്ടി അല്ലാഹു അവനെ തന്നെ വിശേഷിപ്പിച്ചത് റബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ അധിപനായ തമ്പുരാനോട് കാവൽ ചോദിക്കാനാണ്. പ്രഭാതത്തിന്റെ അധിപൻ, പ്രഭാതത്തെ അല്ലാഹു ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 2 സൂറത്തുകൾ ഇറങ്ങിയപ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു അദ്കാറുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൂടുതൽ ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബാക്കളുടെ രേഖകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രഭാത സമയം, വിശിഷ്യ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രഭാത സമയമാണ്. പ്രഭാത സമയം പരിശുദ്ധമായ ദീനിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ വില കൽപ്പിക്കേണ്ട സമയമാണ്. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തും അല്ലാതെയും പ്രഭാത സമയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ വസ്സഫ്ഇ വൽ വത്രി വല്ലൈലി ഇദാ യസ്ർ. ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന് തന്നെയാണ് അർത്ഥം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. 10 രാത്രികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നതിന് മുമ്പ് പകൽ സമയങ്ങളിലെ ഒരു ചെറിയ സമയത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്യുകയാണ്. വൽ ഫജ്ർ, ഫജ്ർ തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. മറ്റൊരു സൂറത്തിൽ നോക്കൂ, സൂറത്തുൽ തക്ബീറിലെ 17-18 ആയത്തുകളിൽ വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. വല്ലൈലി ഇദാ അസ്അസ്, പിന്തിരിഞ്ഞു പോകുന്ന രാവിലെ തന്നെയാണ് സത്യം, പിന്തിരിഞ്ഞു പോകുന്ന രാത്രിയെ തന്നെയാണ് സത്യം. വസ്സുബ്ഹി ഇദാ തനഫസ്, പുലർന്നു വരുന്ന പ്രഭാതം തന്നെയാണ് സത്യം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പിന്തിരിഞ്ഞു പോകുന്ന രാവും പുലർന്നു വരുന്ന പ്രഭാതവും. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് രാത്രികളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അഥവാ രാവും ഇരുളും അതിന്റെ പ്രയാസങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം വന്നാൽ അതൊക്കെ പിന്തിരിഞ്ഞു പോയി ശേഷം ഒരു വെളിച്ചവും ഒരു സമാധാനവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ സൃഷ്ടികളോട് ബോധ്യപ്പെടുത്തുന്നത് എന്ന്. ഈ ആയത്തുകൾ അവതീർണമാകുന്നത് ഹബീബായ തങ്ങളുടെ റിസാലത്തിന്റെ വിഷയത്തെ
പ്രസ്താവിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ വാക്കുകളാണ്, സത്യപ്രസ്താവന വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ തക്വീറിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇത് മാന്യനായ അള്ളാഹുവിന്റെ ദൂതൻ പ്രബോധന രീതിയിലുള്ള വചനങ്ങളാണിത് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ അള്ളാഹു സത്യം ചെയ്ത് പറയുമ്പോൾ തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അള്ളാഹു സത്യം ചെയ്ത് ഇങ്ങനെ വന്ന് അക്കൂട്ടത്തിൽ പറഞ്ഞതാണ് വല്ലൈലി ഇദാ അസ്അസ്, പിന്തിരിഞ്ഞു പോകുന്ന രാവ് തന്നെയാണ് സത്യം. വസ്സുബ്ഹി ഇദാ തനഫസ്, പുലർന്നു വരുന്ന പ്രഭാതം തന്നെയാണ് സത്യം. അതിന്റെ അർത്ഥം ഏത് ഇരുളുകളിലും ഏത് ഇരുണ്ട സമയങ്ങളിലും രാത്രികളിലും ഏത് രാവുകളും ഗർഭം ചുമക്കുന്നത് പ്രകാശപൂരിതമായ വെളിച്ചത്തെയാണ് എന്ന സന്ദേശമാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തതായി കാണാം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാത സമയങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിലുള്ളത് ബൂരിക ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാത സമയങ്ങളിൽ ബറക്കത്ത് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ദുആ ചെയ്തും പ്രസ്താവന നടത്തിയും ബോധ്യപ്പെടുത്തിയ കാര്യമാണ് പ്രഭാത സമയത്ത് അല്ലാഹു പ്രത്യേകമായി ബറക്കത്ത് ഇറക്കുന്നുണ്ട് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹിയുടെ സമയം, പ്രഭാത സമയം വളരെ മുബാറക്കായി ബറക്കത്ത് നൽകപ്പെട്ടതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രഭാതത്തെയും കൊണ്ടുവരുന്നത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ ثم قعد يذكر اسم الله تعالى حتى تطلع الشمس ثم صلى ركعتين كان له كأجر حجة وعمرة تامة تامة تامة. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ, ഒരുത്തൻ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, പള്ളിയിൽ വന്നോ അതല്ലാതെയോ ജമാഅത്തായി ഒരുത്തൻ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചാൽ, സുമ്മ ഖഅദ, എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു, യദ്കുറു ഇസ്മല്ലാഹി തആല, അല്ലാഹുവിന്റെ സ്മരണകളിലായി അവനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലി ഇബാദത്തുകളിലായി അവൻ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഹത്താ തത്ലുഅ അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അവിടെ ഇരിക്കുകയാണ്. സുമ്മ സല്ലാ റകഅതൈൻ, അങ്ങനെ ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷം അവൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. സ്വലാത്തുൽ ഇശ്റാഖ് അല്ലെ, സ്വലാത്തുൽ ളുഹ എന്നൊക്കെ പറയും. അവൻ ളുഹ നിസ്കരിച്ചു. അങ്ങനെ അവൻ ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തി വഉംറ, സമ്പൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെയും ഒരു ഉംറ നിർവഹിച്ചതിന്റെയും കൂലി അവൻക്കുണ്ട്. താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, സമ്പൂർണമായും ഹജ്ജ് ചെയ്തതിന്റെ, സമ്പൂർണമായും ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അവൻക്കുണ്ട്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതിശയോക്തിയല്ല എന്ന് അറിയിക്കാനാണ് 3 പ്രാവശ്യം താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, സമ്പൂർണമായും ഹജ്ജ് ചെയ്തതിന്റെയും ഉംറ ചെയ്തതിന്റെയും പ്രതിഫലം അവൻക്കുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹജ്ജിന്റെ അവസ്ഥ നമുക്കറിയാം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഇബാദത്താണ് ഹജ്ജ് എന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സമ്പൂർണമായ രീതിയിലുള്ള ഹജ്ജ്
സ്വർഗമല്ലാതെ അതിന് മറ്റെന്ത് പ്രതിഫലം നൽകാനാണ്? സ്വർഗമാണ് സമ്പൂർണമായ രീതിയിൽ മഖബൂലായ രീതിയിലുള്ള ഹജ്ജിനുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ 365 ദിവസവും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുമുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും വിശ്വാസികൾക്ക് നൽകുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഓരോ ദിവസത്തിന്റെയും പ്രഭാതം ഒരു 1.5 മണിക്കൂർ സുബഹി കഴിഞ്ഞ് ഇവിടെ തന്നെ ഇരുന്ന് സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹ കൂടി അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻക്ക് ലഭിക്കുന്നത് ഹജ്ജും ഉംറയും നിർവഹിച്ചതിന്റെ പ്രതിഫലമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പിൻപറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. എത്ര ലക്ഷമാണ് ഇന്ന് ഹജ്ജ് ചെയ്യാൻ നമുക്ക് ആവശ്യമാകുന്നത്? മനുഷ്യന് ശാരീരികമായും സാമ്പത്തികമായുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കുമ്പോഴല്ലേ നമുക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്, ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നത്, ആ രീതിയിൽ പോകാൻ കഴിയുന്നത്. എന്നാൽ മക്കയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കാതെ തന്നെ അവൻ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് തന്നെ അവൻക്ക് ഈ പ്രതിഫലങ്ങൾ സ്വായത്തമാക്കാനുള്ള വലിയ സുവർണ അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തിൽ ഒരുക്കിയത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഈ സുബ്ഹിയുടെ വിഷയത്തിലുള്ള ഹദീസ് ചർച്ചകൾക്ക് ശേഷം പറയുന്നുണ്ട്, യൗമുക ജമലുക, നിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ഒട്ടകത്തിന് സമാനമാണ്. ഒരു ഒട്ടകം പോലെയാണ് നിന്റെ ഒരു ദിവസം. ഇദാ അഖൽത റഅസഹു അതാക ദനബുഹു, നീ ആ ഒട്ടകത്തിന്റെ തല പിടിച്ചു കഴിഞ്ഞാൽ, മുൻഭാഗം പിടിച്ചു കഴിഞ്ഞാൽ, അതാക ദനബുഹു, അതിന്റെ വാലും ഒപ്പം പോരും. എന്ന് വെച്ചാൽ സുബഹി സമയം ആരെങ്കിലും ഇബാദത്തിലായി അല്ലാഹുവിന്റെ സ്മരണകളിലായി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ അവർക്ക് ശാന്തിയായിരിക്കും, സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. അതാണ് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരാൾക്ക് ദുസ്സഹനമായൊരു ദിവസം വരാൻ കാരണമാകുന്നത് അവൻ സുബ്ഹി നഷ്ടപ്പെടുത്തുമ്പോഴാണ് എന്നാണ്. ഒരാൾ സുബ്ഹി നിസ്കരിച്ചില്ലെങ്കിൽ അവൻക്ക് ആ ദിവസം മുഴുവൻ പോക്കാണെന്നാണ് മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തുന്നത്. സുബ്ഹി നിസ്കരിച്ചില്ലെങ്കിൽ, ഖളാ ആയി പോയാൽ, അവൻ മടി കാരണമോ മറ്റോ യഥാർത്ഥ രീതിയിലുള്ള കാരണമില്ലാതെ സുബ്ഹി ഖളാ ആയി കഴിഞ്ഞാൽ അവൻക്ക് ഒരു രീതിയിലുമുള്ള സലാമത്ത് ആ ദിവസം ഉണ്ടാവുകയില്ല, ബറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് നബി തങ്ങളുടെ ഒരു ഹദീസാണ്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബ്ഹ് നിസ്കാരം നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അല്ലാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു, അവന്റെ എല്ലാ ഉത്തരവാദിത്വവും അല്ലാഹുവിനാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുബ്ഹ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ദിവസത്തിന്റെ എല്ലാ ബർക്കത്തുകളും അവനക്ക് ലഭിക്കുകയാണ്. പ്രഭാത സമയത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ കഴിഞ്ഞുകൂടിയാൽ സൂര്യോദയം വരെ, സൺറൈസ് ടൈം വരെ അവൻ ആ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് 2 റക്അത്ത് അവൻ ളുഹയും കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻക്ക് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ സുബ്ഹി നിസ്കാരത്തിന്റെ, അതല്ലെങ്കിൽ സുബ്ഹി എന്ന പ്രഭാത സമയത്തിന്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ സമുദായങ്ങളിൽ വന്നിരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ ആ സമുദായങ്ങളിലെ ശത്രുക്കൾ ചെയ്തിരുന്ന അക്രമങ്ങൾക്കെതിരെ ആ ശത്രുക്കളിൽ നിന്ന് പ്രവാചകന്മാരെ പലരെയും രക്ഷപ്പെടുത്തിയത് സുബ്ഹിയുടെ സമയത്താണ്. വിശുദ്ധമായ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, സെഡോമിസ്റ്റുകൾ, നമുക്കറിയാം ലൈംഗിക വീഴ്ചയിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം വളരെ മോശമായ രീതിയിൽ അധപ്പതിച്ചിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നല്ലോ ചരിത്രം പറയുന്നത്. ബഹുമാനപ്പെട്ടവരെ കാണാൻ വരുന്ന അതിഥികളെ പോലും ഇത്തരം മോശമായ രീതിയിൽ പെരുമാറിയിരുന്ന ആ സമൂഹത്തിൽ നിന്ന് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് വിശുദ്ധമായ ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്,
അലൈസ സുബ്ഹു ബിഖരീബ്, ഇതാ ഒരു പ്രഭാതം വരാനിരിക്കുന്നു, ഇതാ ഒരു സമാധാനം നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു, ഒരു ശാന്തി നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു. അലൈസ സുബ്ഹു ബിഖരീബ്, ഈ സുബ്ഹ് എന്ന സമയം അത് വളരെ അത്യാസന്നമല്ലേ, വളരെ പെട്ടെന്നാവുന്നതല്ലേ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രാധാന്യം കൂടി ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, യതആതബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാത്രി സമയങ്ങളിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വരുന്ന മലക്കുകൾ, പ്രഭാത സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ മനുഷ്യരുടെ അമലുകൾ നിരീക്ഷിക്കാൻ വരുന്ന മലക്കുകൾ, രണ്ടുപേരും ആ രണ്ട് വിഭാഗം മലക്കുകളിൽ നിന്ന് കടന്നു വരും. അവർ സുബ്ഹ് നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും ഒരുമിച്ച് കൂടുന്നവരാണ്. നിങ്ങളിൽ രാത്രി സമയത്ത് നിങ്ങളുടെ അമലുകൾ നിരീക്ഷിച്ച മലക്കുകൾ വാനലോകത്തേക്ക് ഉയർന്നു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനായിരിക്കെ തന്നെ മലക്കുകളോട് അവിടുന്ന് ചോദിക്കും, കൈഫ തറക്തും ഇബാദീ, എന്റെ അടിമകളെ നിങ്ങൾ ഏത് രീതിയിലാണ് കണ്ടിരുന്നത്? നിങ്ങൾ ഭൂമിയിൽ ചെന്ന് എന്റെ അടിമകളെ നോക്കിയപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് എന്റെ അടിമകളെ കണ്ടതെന്ന് അല്ലാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ആ മലക്കുകൾ അവിടുന്ന് പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ആ ഭൂമിയിൽ ചെന്നുകൊണ്ട് നിങ്ങൾ അടിമകളെ, അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം നിസ്കരിക്കുന്നവരായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. ഞങ്ങൾ അവരിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴും ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴും അവർ നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ മറുപടി പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഈ ഹദീസിന്റെ പൊരുൾ എന്താ? സുബ്ഹിയുടെ സമയത്തും അസ്റിന്റെ സമയത്തും പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും രാത്രിയിലെയും മലക്കുകൾ സമ്മേളിക്കുമത്ര എല്ലാ ജമാഅത്തുകളിലും. അതുകൊണ്ട് ഒരു വിശ്വാസി സുബ്ഹ് നിസ്കാരത്തിൽ സുബ്ഹ് ജമാഅത്തിൽ ഒരുമിച്ച് കൂടിയാൽ ഇവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അവർക്ക് അതുമൂലം വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ ഒരു വചനമാണ്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്ർ സമയത്ത് ഇമാം പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആൻ കാന മശ്ഹൂദാ, അത് മശ്ഹൂദാണ്. അത് തശ്ഹദുൽ മലായികത്തുൽ ലൈലി വമലായികത്തുൻ നഹാർ. അത് മലായികത്തുൽ ലൈൽ, രാത്രിയിലെ മലക്കുകളും രാവിലെ പകൽ സമയത്തുള്ള മലക്കുകളും സമ്മേളിക്കുന്ന, അവർ സാക്ഷിയാകുന്ന, അവർ കേട്ടാസ്വദിക്കുന്ന സമയമാണ് പ്രഭാതത്തിലെ സുബ്ഹ് നിസ്കാര സമയത്തുള്ള ഖുർആൻ പാരായണമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. പ്രഭാതത്തിന്റെ മഹത്വമാണ് ഇതൊക്കെ. രണ്ട് സമയങ്ങളിലെ മലക്കുകളും സമ്മേളിക്കുന്ന സമയം പ്രഭാത സമയം, സുബ്ഹ് സമയം. ആ സമയത്ത് ഒരുത്തൻ ജമാഅത്തിന് വന്ന് ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവൻക്ക് ലഭിക്കുന്ന കൂലി എത്രയാണ്? ആ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് അവൻക്ക് വലിയ അനുഗ്രഹം ലഭിക്കുന്നു. ആ ദിവസത്തിന്റെ എല്ലാ ബറക്കത്തുകളും ലഭിക്കുന്നു. എല്ലാ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് അവൻക്ക് സംരക്ഷണമാകുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇത്രയേറെ ശ്രേഷ്ഠതകൾ ഉണ്ടായിരിക്കുമ്പോ ഈ രീതിയിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യമാകുമ്പോഴാണ് ഇന്ന് സുബഹിക്ക് ജമാഅത്തായി ആരൊക്കെ നിസ്കരിച്ചു എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുബഹി നിസ്കാരം, സുബഹി ജമാഅത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്.
അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ നോക്കൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകനാണ്, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒരുത്തൻ സുബ്ഹി നിസ്കാരം, സുബ്ഹിയുടെ ജമാഅത്ത് പള്ളിയിൽ പോവാതെ മിസ്സാക്കി കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ കാപട്യം അവരിലുണ്ട് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ആ രീതിയിൽ മനസ്സിലാക്കായിരുന്നു. കാരണം ഒരു തിരക്കുമില്ലാത്ത, ഒരു പരിപാടികളോ ചടങ്ങുകളോ ഒന്നുമേ സാധ്യതയില്ലാത്ത ഒരു സമയമാണ് പ്രഭാത സമയം, സുബ്ഹിയുടെ സമയം. പ്രത്യേകിച്ചും ഒരു തിരക്കുകളില്ലാതെ ശാന്തമായി നിൽക്കുന്ന സമയമാണ്. പുരുഷന്മാർക്ക് പള്ളിയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സമയമാണ്. ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന സമയമാണ്. ആ സമയത്തൊരുത്തൻ പള്ളിയിൽ വരാതെ, ജമാഅത്തിൽ കൂടാതെ അവൻ ഒഴിവായി നിന്നാൽ അവൻ വിശ്വാസത്തിന്റെ കാപട്യം അവനിലുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹിയുടെ സമയത്ത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. സുബ്ഹിക്ക് ശേഷം, സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ നമുക്കറിയാം ഉറങ്ങരുതെന്ന് എല്ലാവരും പറയും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ഇബ്ലീസ് മൂത്രമൊഴിക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ചെവിയിൽ വേറെ സ്ഥലമൊന്നും ഇല്ലെന്ന് ചോദിച്ചാണെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. ചെവി എന്നതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? കേൾക്കലല്ല, കേൾവിയല്ല. ചെവിയുടെ പ്രധാനപ്പെട്ട ധർമ്മം, ഒന്നാമത്തെ ധർമ്മം ബാലൻസിങ് ആണ്. ഇപ്പൊ എന്റെ ശരീരത്തിന് 60, ഒരു 10-70-75 കിലോ ഉണ്ടെങ്കിൽ ഒരു അര വരെ ഒരു 60 കിലോ ഉണ്ടാവും. ശേഷമുള്ള 15 കിലോ, ഈ 15 കിലോ 3 എല്ലുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ 3 എല്ലുകളിൽ ഈ 60 കിലോ നിൽക്കണമെങ്കിൽ ചെവിയുടെ ബാലൻസ് വേണം. അതുകൊണ്ടാണ് ചെവിക്കൊരു അടി കിട്ടുമ്പോൾ ബാലൻസ് പോയിട്ട് ആള് വീഴുന്നത്, അല്ലെ? ചെവിയുടെ ബാലൻസ്, ഒന്നാമത്തെ ധർമ്മം ബാലൻസ് ആണ്. അപ്പൊ ഇബ്ലീസ് മൂത്രമൊഴിക്കുക എന്ന് പറയുമ്പോ ആ ബാലൻസ് മുഴുവൻ ഇബ്ലീസിന്റെ കയ്യിലാവുകയാണ്. ആ ദിവസം പിന്നെ ഇബ്ലീസിന്റെ കൺട്രോളിലായിരിക്കും. അവൻക്കൊന്നും ബാലൻസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് നോക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹി നിസ്കാരം, സുബ്ഹിയുടെ സമയം സൂര്യോദയം വരെ ദിക്റിലായിക്കൊണ്ട്, അള്ളാഹുവിന്റെ സ്മരണകളിലായിക്കൊണ്ട് നമ്മൾ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹി നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ബലാകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിസ്കരിച്ച് ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലമായി അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.